ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പതിവ് പോലെ ഞാൻ രാവിലെ എണീച്ച് അടുക്കളയിലേക്ക് വന്നു കേട്ടോ. അപ്പോഴേക്കും അച്ഛൻ അടുപ്പൊക്കെ കത്തിച്ച് ചോറിനുള്ള വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതേപോലെ ചായ അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ചായ തിളയ്ക്കാറായി ഇറക്കണു. ഇനി ഇത് ഇന്നലെ ഉറൊഴിച്ച് വെച്ച മോരാണ് കേട്ടോ. വീട്ടിൽ പശുവുണ്ട്, അപ്പോൾ പാലുണ്ടാവും. അതുകൊണ്ട് നല്ല ടേസ്റ്റുള്ള മോര് ഞങ്ങൾക്ക് കൂട്ടാം കേട്ടോ ഡെയിലി. ഞാനത് കഴിഞ്ഞ് ചായയൊക്കെ വെച്ച് ഇന്ന് രാവിലെ പലഹാരമൊന്നും ഉണ്ടാക്കണില്ല കേട്ടോ. ഇന്നെനിക്ക് മടിയാണ്. അങ്ങനെ ചില ദിവസങ്ങളിലൊക്കെ മടി ഉണ്ടാവും. വെള്ളം ചൂടായിട്ടുണ്ട്, അപ്പം ഞാൻ കുറച്ച് അരിയൊക്കെ എടുത്തു. അരി എടുത്തിട്ട് ചൂടുവെള്ളം ഉപയോഗിച്ച് ഞാൻ കഴുകാറ് കേട്ടോ. ഇന്ന് രാവിലെ കഞ്ഞിയാണല്ലോ, അപ്പോൾ കുറച്ച് തോന അരി ഇടണം. ഒരു 4 നാഴി 5 നാഴിയോളം അരി ഇട്ടു കേട്ടോ. ഇനി ഈ അരി കുറച്ച് നേരം ചൂടുവെള്ളം ഒഴിച്ച് വയ്ക്കും കേട്ടോ. അത് കഴിഞ്ഞ് കുറച്ച് നേരം ഒരു 5 മിനിറ്റ് അത് കഴിഞ്ഞിട്ടാണ് കഴുകിയിട്ട് അടുപ്പത്തിടാറുള്ളൂ. അച്ഛനാണ് കേട്ടോ രാവിലെ അടുപ്പ് കത്തിപ്പിടിപ്പിച്ച് തരാറ്. ഞാനൊക്കെ വെച്ചാൽ കുറേ സമയം എടുക്കും. അച്ഛനായതുകൊണ്ട് അത് പെട്ടെന്ന് ചെയ്തു തരും. അതുകൊണ്ട് രാവിലത്തെ അത്രയും സമയം ലാഭമാണ് കേട്ടോ. അല്ലാച്ചാൽ കുറേ സമയം ഈ അടുപ്പ് കത്തിച്ചുകൊണ്ടിരിക്കേണ്ടി വരും. അത് കത്തി പിടിക്കാൻ നല്ല പാടാണ്. ചക്കര അവൾക്കുള്ള ചായ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അവൾ വീട്ടിലത്തെ പാലുപയോഗിച്ച് ചായ ഉണ്ടാക്കില്ല, അതിൻ്റെ ഒരു മണമാണ് പറയും. അവൾ പാക്കറ്റ് പാൽ മാത്രമേ ഉപയോഗിക്കുള്ളൂ. പാക്കറ്റ് പാൽ ഒഴിച്ചാലേ അവൾ പാൽ ചായ കുടിക്കുള്ളൂ, ഇല്ലെങ്കിൽ കട്ടൻ ചായ അവൾ കുടിക്കുക. ഞാനത് കഴിഞ്ഞ് ഒരു ഗ്ലാസ്സിൽ ചായയൊക്കെ എടുത്ത് അവിടെ പോയിരുന്ന് ചായ കുടിച്ചു. രാവിലെ പലഹാരമൊന്നും ഉണ്ടാക്കാത്തത് കൊണ്ട് കാര്യമായിട്ട് പണിയൊന്നുമില്ല. അപ്പോഴാണ് ഇഷു ബേബി എണീച്ചത് കേട്ടോ. അപ്പം ഞാൻ ഇഷു ബേബിയുടെ അടുത്തേക്ക് പോയിട്ട് അവൻ്റെ കൂടെ കുറച്ച് നേരം കളിച്ചു. അവൻ കരച്ചിലൊന്നും ഇല്ല. അവിടെ പോയപ്പോൾ അങ്ങനെ വികൃതി അടിച്ചുകൊണ്ടിരുന്നു ഞങ്ങൾ രണ്ടാളും കൂടി. ഇഷു ബേബിയുടെ അമ്മ അടുത്ത് തന്നെ ഉണ്ട് കേട്ടോ. പക്ഷെ അവൻ എൻ്റെ അടുത്താണ് വികൃതി അടിച്ചുകൊണ്ടിരിക്കുക. ഞാനും അവനെ എപ്പോഴും വികൃതി അടിച്ചുകൊണ്ട് അടി കൂടുള്ളൂ എപ്പോഴും. അവന് എപ്പോഴും അടിക്കുക, കടിക്കുക, പിച്ച്, അതൊക്കെ അവൻ്റെ ഹോബിയാണ്. പിന്നാലെ നടന്ന് ചെയ്തോളും. ഇവരിനി ഞായറാഴ്ച പോവുകയാണ്. ഞായറാഴ്ച പോയാലാവും പിന്നെ വീട് ആകെ ഉറങ്ങും. അപ്പവും പപ്പും വരും, നാളെ വരും. എന്നാലും ഇവൻ എല്ലായിടത്തും കൂടി ഓടി നടന്നിട്ടേ അപ്പോൾ മൊത്തത്തിൽ ആളില്ലാതെ ഇപ്പോൾ ഇവൻ പോയി കഴിഞ്ഞാൽ. അത് കഴിഞ്ഞ് ഞാൻ വന്നിട്ട് ചോറപ്പളേക്കും ആയായിരുന്നു കേട്ടോ. ഞാൻ ചോറൊക്കെ ഒന്ന് ഊറ്റി വയ്ക്കുകയാണ്. ഇപ്പോൾ ഒരു സമയം 8:30 ആയിരിക്കണു. ആ സമയം കൊണ്ട് ഒരു 1.5 മണിക്കൂർ കൊണ്ട് ചോറ് വെന്തു. അപ്പം ഞാൻ ചോറൊക്കെ ഒന്ന് ഊറ്റി. ഇങ്ങനെ ചോറ് വാർക്കാക്കി പേടിയാണ് കേട്ടോ. കാരണം നല്ല ചൂടുള്ള വെള്ളമല്ലേ, അത് കാലിലേക്ക് വീഴാൻ സാധ്യതയുണ്ട്. ചക്കര ഒരു പ്രാവശ്യം കയ്യിലേക്കായി. അപ്പോൾ എനിക്ക് പേടിയാണ്. അത് കഴിഞ്ഞ് ഞാൻ ചോറുണ്ണാണ് കേട്ടോ. കഞ്ഞിയാണ് കുടിച്ചത്. പയറുപ്പേരിയും അച്ചാറും പിന്നെ മാങ്ങയൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കൂട്ടി കഞ്ഞിയൊക്കെ കുടിച്ച് കുളിയൊക്കെ കഴിഞ്ഞു കേട്ടോ. കുളി കഴിഞ്ഞിട്ടാണ് ഞാൻ കഞ്ഞി കുടിച്ചത്. അത് കഴിഞ്ഞ് ഞങ്ങൾ അവിടെ കുറച്ച് നേരം ഇങ്ങനെ ഇരുന്നതാണ്, ഞാനും ഇഷു ബേബിയും കൂടി. പിന്നിൽ അമ്മ ഇരിക്കുന്നുണ്ട്. അമ്മ ഇപ്പം നീച്ചിട്ടുള്ളൂ കേട്ടോ. ഞങ്ങളിങ്ങനെ ഓരോന്ന് പറഞ്ഞിങ്ങനെ ഇരിക്കുകയാണ്. അവൻ ഇങ്ങനെ മീതേ അവനെ മേപ്പോട്ട് നോക്കിയിട്ട് അമ്പിളിമാമ ഉണ്ട് അവിടെ. അപ്പോൾ അതിങ്ങനെ കാണിച്ചു തരികയാണ് കേട്ടോ. അവിടെ അമ്പിളിമാമ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കാണിച്ചു തരികയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര മാത്രം.